സമ്പാദിക്കുന്നതിൽ പകുതിയിലധികവും ഇങ്ങനെ EMI അടച്ച് കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ RBIയുടെ ഈ പുതിയ നിയമം നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കും. RBIയുടെ പുതിയ നിയമം അനുസരിച്ച് ഹോം ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോൺ പോലുള്ള ഫ്ലോട്ടിംഗ് ലോണുകളുടെ പലിശ കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? നമ്മൾ അടയ്ക്കുന്ന പലിശ 2 ഭാഗങ്ങൾ ചേർന്നതാണ്. ബെഞ്ച് മാർക്ക് നിരക്കും ബാങ്കിൻ്റെ സ്പ്രെഡും. ഈ ബെഞ്ച് മാർക്ക് റേറ്റ് എന്ന് പറയുന്നത് RBIയുടെ റെപ്പോ റേറ്റ് പോലെയുള്ള പൊതുവായി തീരുമാനിക്കുന്ന റേറ്റാണ്. പക്ഷേ ബാങ്കിൻ്റെ സ്പ്രെഡ് ഇതങ്ങനെയല്ല. ഓരോ വ്യക്തിയുടെയും ക്രെഡിറ്റ് സ്കോർ, ലോൺ തുക, ബാങ്കിൻ്റെ ലാഭവിഹിതം, മറ്റ് പ്രവർത്തന ചെലവുകൾ ഇവയൊക്കെ പരിഗണിച്ച് ബാങ്ക് കൂട്ടിച്ചേർക്കുന്ന അധിക ചാർജാണിത്. നിങ്ങളുടെ ക്രെഡിറ്റ് യോഗ്യത അനുസരിച്ച് ഇതിൽ മാറ്റം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിന് ലോവർ റിസ്ക്കുള്ള ഒരു കസ്റ്റമറായിട്ട് മാറുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് നിങ്ങളുടെ സ്പ്രെഡ് കുറയ്ക്കാൻ നിങ്ങൾ ബാങ്കിനോട് ആവശ്യപ്പെടേണ്ടത്. ഈ ഒരു നേട്ടം ബാങ്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒന്നല്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിബിൽ സ്കോർ പരിശോധിക്കുക, ബാങ്കിനെ ബന്ധപ്പെടുക, ഒരു റിക്വസ്റ്റ് കൊടുക്കുക. എൻ്റെ ക്രെഡിറ്റ് പ്രൊഫൈൽ മെച്ചപ്പെട്ടതിനാൽ പുതിയ RBI സർക്കുലർ പ്രകാരം എൻ്റെ ലോണിൻ്റെ സ്പ്രെഡ് അസസ് ചെയ്ത് പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ എന്നെ പരിഗണിക്കണം. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് RBIയുടെ ഒഫീഷ്യൽ സർക്കുലർ ആണ് വേണ്ടതെങ്കിൽ RBI എന്ന് കമൻറ്റ് ചെയ്താലും മതി.